2-3 ദിവസമായിട്ട് നമ്മുടെ പാലക്കാട് നല്ല മഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക, കൊല്ലംകോട് മലമ്പുഴയിലൊക്കെ നല്ല വെള്ളച്ചാട്ടങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൊല്ലംകോടിൻ്റെ മനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതല്ലേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആടുകളൊക്കെ ഇങ്ങനെ പോകുന്ന കാഴ്ചകൾ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഗ്രാമഭംഗിയിലെ സമയമാണ്, പാലക്കാടിൻ്റെ ഗ്രാമഭംഗിയായിട്ടുള്ള നമ്മുടെ കൊല്ലംകോടിലെ ചെറിയ ചെറിയ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ. അത് പ്രത്യേകിച്ച് നമ്മൾ പല സ്ഥലത്തും വെള്ളച്ചാട്ടങ്ങളുണ്ട്, അതൊക്കെ പോയി നോക്കട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം വെള്ളരിമേട്ടിലെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഇനി താമരപ്പാടം പോകണം, ആ ഭാഗത്തേക്കൊക്കെ പോകണം കേട്ടോ. അവിടെയൊക്കെ തെല്ലഞ്ചേട്ടൻ ചായക്കട ആ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളും കൂടി ഈ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താട്ടെ. ഓക്കെ, അപ്പോൾ അടിപൊളിയുടെ കേസ് എന്താ പറയുക, അന്ന് രാവിലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് മഴ കുറഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ ഇറങ്ങിയതാണ്. വെള്ളരിമേട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ്. അപ്പോൾ എന്തായാലും ഈ പുഴപ്പാലം ഉണ്ടല്ലോ, ഇവിടെ കഴിഞ്ഞ തവണ വരുമ്പോൾ വെള്ളം ഉണ്ടായിരുന്നില്ലേ, ഇപ്പോൾ നിറയെ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ പോകാം. ഓക്കെ, കമോ. വാവ്, അപ്പോൾ ഒരു അടിപൊളി വ്യൂ ആണ് കേസ് നമ്മളിപ്പോൾ കാണുന്നത്. കൊല്ലംകോട് വെള്ളരിമേട്ടിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ നേരെ കണ്ടില്ലേ ഒരു വീട്, പാറിൻ്റെ മേലുള്ള വീടും നെല്ലുകളൊക്കെ സംഭരിക്കാനുള്ള ഒരു ഓലപ്പുരയും ഒക്കെ ആയിട്ടുള്ള കാഴ്ച നേരെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ബാക്കിൽ കണ്ടില്ലേ വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളരിമേട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുമ്പോൾ കഴിഞ്ഞ തവണ വന്നതിനെക്കാട്ടി ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കൊല്ലംകോട്. ഇങ്ങനെ ഒരു ഇതായിട്ട് പച്ചപ്പൊക്കെ വന്ന് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അല്ലേ. നമ്മുടെ പാലക്കാടിൻ്റെ എന്താ പറയുക ഓരോ ഗ്രാമഭംഗികൾ, അതെ, പാലക്കാടിലെ ഗ്രാമഭംഗി കാണാമെങ്കിൽ നമുക്ക് ഈ കൊല്ലംകോടിലൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാമെന്ന് നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. അത് സത്യമാണ് കേസ്, നല്ല മനോഹരമാണ്. മഴക്കാലം തുടങ്ങിയാൽ ഇവിടെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോൾ കേസ് വെള്ളരിമേട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വന്നു കേട്ടോ. പക്ഷേ ഇവിടെ ഫുള്ള് ചളിയാണ്. എൻ്റെ വണ്ടി എന്തായാലും കറങ്ങില്ല പോവില്ല കേട്ടോ. നോക്കില്ലേ, നമ്മുടെ ഈ 4 വീലുള്ളതുകൊണ്ടേ ഈ ചളി കൂടെ അപ്പുറം എത്താൻ ഭയങ്കര ടഫാണ്. അതുകൊണ്ട് സോറി ഗൈസ്, നമ്മളപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണ്, താമരപ്പാടം ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അല്ലേ സൗമ്യ. അപ്പോൾ എന്തായാലും ഇവിടെ നടക്കില്ല ഗൈസ് അല്ലേ. ആ കുട്ടികളൊക്കെ വരുന്നത് സൈക്കിളിൽ ഒരു സൈഡ് കൂടിയാണ് വരുന്നത്. പിന്നെ അങ്ങോട്ട് മുട്ടാനും പാടില്ല, ഫെൻസിങ് ആണ് ഇത് കണ്ടല്ലേ. ഇതിൽ കറണ്ട് ഇപ്പം ഉണ്ടാവില്ല, എന്നാലും നമ്മൾ മുട്ടാൻ പാടില്ലല്ലോ, അങ്ങനെയൊരു അല്ലേ. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ വെള്ളരിമേട്ടിൻ്റെ മേലേക്ക് ഇപ്പോൾ പോകുന്നില്ല കേട്ടോ. അപ്പോൾ കാറൊക്കെ പോകുന്നുണ്ട് കേസ്. നമുക്ക് വെള്ളരിമേട്ടിക്ക് ഇപ്പോൾ വരികയാണെങ്കിൽ കാറിലൊക്കെ പോകാൻ പറ്റും അല്ലേ. ഇതുപോലെ പതുക്കെ പോകണം. പക്ഷെ എൻ്റെ വണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കും സൗ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടേ. അപ്പോൾ എൻ്റെ വണ്ടി ഞാൻ കാണിച്ചു തരട്ടെ കേസ്. അപ്പോൾ ഈ വണ്ടിയും കൊണ്ട് നമ്മൾ ഈ ചളിയിൽ പോണത് സേഫ്റ്റി ഇല്ല. കാരണം എവിടെയെങ്കിലും നമ്മൾ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വലിക്കാനും ഒക്കെ വേറെ ആൾക്കാർ വേണ്ടി വരും. പിന്നെ വേറെ ആളുകൾക്ക് പോകാനും പറ്റില്ല. വണ്ടിയൊക്കെ പോകും കേട്ടോ ശരിക്കും. കാറുകളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണില്ല, നമുക്ക് അങ്ങോട്ട് പോകാം സൗമ്യ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് താമരപ്പാടവും ആ ഭാഗങ്ങളിലെ കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ വെള്ളരിമേട്ടിക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയില്ലല്ലോ. ഇവിടെ കാണില്ലേ നല്ലൊരു വെള്ളച്ചാട്ടമാണ് ഈ ഭാഗത്ത് കാണുന്നത്. പിന്നെയും ചെറിയ 1-2 വെള്ളച്ചാട്ടങ്ങൾ, ഈ കാണുന്ന വെള്ളച്ചാട്ടങ്ങളൊക്കെ വെള്ളരിമേട്ടിൽ വന്നാൽ കാണാൻ പറ്റുന്നുണ്ടോ. നമുക്കിപ്പോൾ അവിടെ ചളിയായതുകൊണ്ട് നമ്മുടെ വണ്ടി പോകാത്തത് കൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നല്ല വിഷ്വൽ ബ്യൂട്ടിയാണ് ഇപ്പോൾ കാണില്ലേ. വെള്ളരിമേട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള മലകളൊക്കെ കാണില്ലേ, നല്ല ഭംഗിയാണ്. പിന്നെ കോടമഞ്ഞൊക്കെ ഇങ്ങനെ വന്നിട്ട് അടിപൊളിയായിട്ടാണ് കേസ് കാണുന്നത്. പക്ഷേ എന്തായാലും ഞങ്ങളിന്ന് പോകുന്നില്ല. ഞങ്ങൾ എന്താ പറയുക പകുതി വരെ പോയി കേട്ടോ. പക്ഷേ അവിടെ ചളി കാരണം തിരിച്ചു പോവാണ്. ഇനി എന്തായാലും അടുത്തെത്താറായി പക്ഷേ പോകാൻ പറ്റില്ല കേട്ടോ കേസ്. അപ്പോൾ എന്തായാലും താമരപ്പാടത്ത് പോയിട്ട് ഇനി നമ്മൾ ആ ഭാഗത്തുള്ള കാഴ്ചകൾ നോക്കാം. ഓക്കെ, അപ്പോൾ കേസ് ഞങ്ങളങ്ങനെ കൊല്ലംകോട് എത്തിയിട്ടാണ്. കൊല്ലംകോട് താമരപ്പാടത്തേക്ക് പോകുന്ന ഭാഗത്തെത്തി. അടിപൊളി കാഴ്ചയുണ്ട് കേട്ടോ കേസ്. ഇവിടെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൊല്ലംകോട് എത്തിയിട്ടാണ്. അടിപൊളിയാണ്, ഇപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് ഇത് കണ്ടേ ഞാറ് നട്ടിട്ടുണ്ട്, ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് നട്ടിട്ടുണ്ട്. നല്ല പച്ചപ്പാണ് കേട്ടോ. വെയിലും കൂടി അടിക്കുമ്പോൾ അതൊരു ഗോൾഡൻ കളറിൽ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ എന്താ പറയുക നല്ല അടിപൊളി ട്രാക്ടറുകളൊക്കെ ഇങ്ങനെ കണ്ടം മെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നിറയെ വെള്ളച്ചാട്ടങ്ങൾ, ഒരുപാട് സ്ഥലത്ത് നിന്ന് വെള്ളച്ചാട്ടങ്ങൾ വരാൻ തുടങ്ങിയിട്ടാണ് മലകളിൽ. 2-3 ഭാഗത്തുകൂടി നല്ല വെള്ളച്ചാട്ടമുണ്ട്. പ്രത്യേകിച്ച് ഇതാ കാണുന്ന നേരെ അന്ന് സൂം ചെയ്ത് കാട്ടുന്നത് ഈ ഭാഗത്താണ് കേട്ടോ. നെല്ലിയാമ്പതി മലനിരകളിൽ നിന്ന് താഴോട്ട് വരുന്ന ആ വെള്ളച്ചാട്ടം അത് അടിപൊളിയാണ്. നമുക്കുണ്ട് ഇവിടെ നിന്ന് തന്നെ നമുക്കറിയാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ അവിടെ വെള്ളം ചാടുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടും ഈ കൊല്ലംകോടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് സഞ്ചാരികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ കൊല്ലംകോട് വന്നു കഴിഞ്ഞാൽ നല്ല വിഷ്വൽ ബ്യൂട്ടി ആയിട്ട് കേസ് നമ്മുടെ ഭൂമിയിലെ ഒരു സ്വർഗം തന്നെ എന്ന് പറയാം. നമുക്ക് അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് കുറച്ച് സ്ഥലങ്ങളും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാട്ടെ കേസ്. ഓക്കെ, കഴിഞ്ഞ തവണ വരുമ്പോൾ ഇതുപോലെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഫുള്ള് നല്ല വേനൽ സമയമായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ. ഇപ്പോൾ വന്നപ്പോൾ കണ്ടത് എല്ലാവിടെയും നാറ് നട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ഫുള്ള് പാടങ്ങളൊക്കെ, താമരപ്പാടം ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ എല്ലാവരും ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ അമ്മമാരവിടെ കളപറിക്കുക എന്തോ സംഭവങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നിറയെ ആളുകളുണ്ട് കേട്ടോ. വെള്ളച്ചാട്ടം അവിടെ ഇങ്ങനെ വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. കൊല്ലംകോട് നല്ല ഗ്രീനറി ആയിട്ടുണ്ട് കേട്ടോ കേസ്. നമ്മളിവിടെ നിന്ന് ഒരു ചായയും പക്കോടയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ചിരിച്ച് ഇതിലേ പോകണം. നമുക്ക് ഇതിലേ പോയി കഴിഞ്ഞാൽ കുറേ കാഴ്ചകൾ കാണാനുണ്ട്. നമുക്ക് അങ്ങനെ ചുറ്റി വരാട്ടോ. ആ നേരെ കാണുന്നത് ഒരു വൈറലായിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് പോകാട്ടോ. അപ്പോൾ നമ്മൾ താമരപ്പാടത്ത് നെൽകൃഷി മാത്രമല്ല കേട്ടോ, അതൊക്കെ വെണ്ടക്ക കൃഷിയാണ്. വെണ്ടക്കകൾ കുത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. അവിടെ ഈ ഭാഗത്ത് ഫുള്ള് ആ ഭാഗത്തൊക്കെ അങ്ങനെ വെണ്ടക്കേൻ്റെ നട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. കാണുന്നതൊക്കെ വൈറൽ വീട്, ഒരുപാട് ഇൻസ്റ്റാഗ്രാം റീൽസുകളിലൊക്കെ കണ്ടിട്ടുള്ള വീടുകളൊക്കെയാണ് ഈ ഭാഗത്തൊക്കെ. ഈ ഭാഗത്ത് എവിടെ നമ്മൾ ഫോണ് ക്യാമറ വെച്ചാലും അത്രയും നല്ല സീനറിക്കായിട്ടുള്ള ഓരോ പിക്കുകളും റീലുകളും വീഡിയോകളൊക്കെ അല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെയുള്ള എല്ലാം നല്ല വൈറലായിട്ടുള്ള സംഭവങ്ങളാണ് കേസ്. നല്ല അത് സീതാർകുണ്ട് വെള്ളച്ചാട്ടം നല്ല രീതിയിൽ അവിടെ നിന്ന് കുത്തി ഒലിച്ച് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ നല്ല വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുണ്ടോ സീതാർകുണ്ട് വഴി പോയാൽ. നമ്മളങ്ങനെ പെരിങ്ങോട്ടുശ്ശേരി കളത്തിൻ്റെ അങ്ങോട്ട് എത്താറായിട്ടാണ്. നേരെ കാണുന്നതാണ് പെരിങ്ങോട്ടുശ്ശേരി കളം. കുറച്ചപ്പുറത്ത് പോകണം. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറയുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. എന്താ പറയുക, നമ്മൾ മലയിലേക്ക് നോക്കുമ്പോൾ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും വെള്ളച്ചാട്ടങ്ങളാണ്. സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നല്ല രീതിയിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ നൂലുപോലെ ഇപ്പോൾ വരുന്നു കേട്ടോ കേസ്. അപ്പോൾ ഇന്ന് അധികം മഴയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. നേരെ കാണുന്നതൊക്കെ നല്ല വെള്ളച്ചാട്ടമാണ്. നമ്മൾ നെല്ലിയാമ്പതിലേക്കൊക്കെ പോകുകയാണെങ്കിൽ അടിപൊളി വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റും കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഭാഗത്തൊക്കെ വെള്ളച്ചാട്ടങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പെരിങ്ങോട്ടുശ്ശേരി കളം അങ്ങോട്ട് വണ്ടി കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ ഒരു മുളൻ്റെതൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ പെരിങ്ങോട്ടുശ്ശേരി കളം എത്തിയിട്ടാണ്. നമുക്ക് നേരെ അവിടെ പോയിട്ട് അവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കാം. അപ്പോൾ കേസ് പെട്ടെന്നായിരുന്നു കേട്ടോ മലയിൽ നിന്ന് കോടമഞ്ഞ് ഇങ്ങനെ വരുന്ന കാഴ്ച നോക്കുക.
ആ ചെല്ലൻ ചേട്ടൻ